ഇനി ഇന്നസെന്റിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഈ വേദിയിൽ എത്തേണ്ട ഒരാൾ, ഇന്നസെന്റിന്റെ സന്തത സഹചാരിയായിട്ടുള്ള ഒരാൾ, അത് വ്യക്തി ജീവിതത്തിലും സിനിമയിലും ഇന്നസെന്റ് ഏട്ടൻ നിർമ്മിച്ച എത്രയോ സിനിമകളിൽ അദ്ദേഹത്തിനോടൊപ്പം നിർമ്മാണ പങ്കാളിയായിരുന്ന ഒരാൾ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചലച്ചിത്ര നിർമ്മാതാവ് ഡേവിഡ് കാച്ചപ്പള്ളി. പിഷാരയുടെ അടുത്ത് ചോദിച്ചില്ലേ എന്നാണ് ഇന്നസെന്റ് ഏട്ടനെ ആദ്യം കാണുന്നത്. ആ സമയത്ത് തന്നെയാണ് ഞാൻ ഡേവിഡ് കാച്ചപ്പള്ളിയും കാണുന്നത്. തിരുവനന്തപുരം കീർത്തി ഹോട്ടലില് ഇവർ രണ്ടുപേരും പ്രൊഡ്യൂസർമാരായിട്ട് വിലസുകയാണ്. അവിടെ നമ്മളൊരു ചെറിയ സിനിമയുടെ അവിടെ അതിനുവേണ്ടി താമസിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് ഭയങ്കര ബഹുമാനമാണ്. ഇന്നസെന്റ് ഏട്ടനെ മാത്രമേ എനിക്ക് അറിയൂ, അദ്ദേഹത്തിന്റെ പേര് മാത്രമേ അറിയാവൂ. പിന്നീട് ആരോ പറഞ്ഞ് അതാണ് ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്നത്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ എപ്പോഴാണ് ഇന്നസെന്റ് ഏട്ടനുമായിട്ട് ഡേവിഡ് ഏട്ടന്റെ പരിചയം തുടങ്ങിയത്? ഏത് സമയത്താണ്? ഞാൻ മദ്രാസില് 72-ലാണ്. അപ്പോൾ രാമുകരിയാൽ സാറ്, ശോഭന പരസ്താറിൻ്റെ കൂടെ അവരെ കൂടെ നിൽക്കായിരുന്നു ഞാൻ. അപ്പോൾ അവരുടെ പടത്തിൻ്റെ വർക്ക് തുടങ്ങാൻ മുമ്പ് നൃത്തശാല, അതിൽ അസോസിയേറ്റ് ഡയറക്ടറാണ് ഡയറക്ടർ മോഹൻ. ഇവരുടെ ഒരു 3 പേരാണ് കൂട്ടുകെട്ട്. മോഹൻ സാറ്, ഡേവിഡ് ഏട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ. അപ്പം അങ്ങനെ അറിഞ്ഞപ്പോൾ വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ മോഹനെ കാണാൻ വേണ്ടി ഞാൻ ഉമാ ലോഡ്ജിൽ പോകാറുണ്ട്. ഉമാ ലോഡ്ജ് മദ്രാസിൽ നിന്ന് ഫേമസ് ഹോട്ടൽ ഉമാ ലോഡ്ജാണ്. അവിടെ വെച്ചാണ് മോഹൻ പരിചയപ്പെടുത്തുന്നത് ഇന്നസെന്റിനെ. ഇരിങ്ങാലക്കുടക്കാരനാണ്. സന്തോഷമായി സംസാരിച്ചു. പിന്നെ ഒരു അടുപ്പം കൂടുതൽ വന്നു ഞങ്ങൾ തൃശ്ശൂർ. ഇത് ഏത് വർഷമായിരിക്കും ഏകദേശം? 72. എപ്പോഴാണ് ഇന്നസെന്റായിട്ട് കൂടി ഒരു നിർമ്മാണം തുടങ്ങാൻ തുടങ്ങി? അത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 72 കഴിഞ്ഞിട്ട് പിന്നെ നെല്ല് ഷൂട്ടിംഗ് നേരത്ത് കാര്യമായിട്ട് സാറിൻ്റെ പടത്തിൽ ഇന്നസെന്റ് ഞാൻ കൂടി പ്രൊഡക്ഷൻ പറിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണല്ലോ. അതിൽ അഭിനയിക്കാൻ വന്നിട്ട് 40 ദിവസം ഫുഡ് അടിച്ച് ഇരുന്നല്ലാണ്ട് കഥാപാത്രമൊന്നും കിട്ടിയിട്ടില്ല. അവസാനം ഒരു ഗ്ലാസ് ചായ ചോദിക്കുന്ന ഷോട്ട് മാത്രമുള്ള പടത്തില്. എന്നാലും അവൻ പറഞ്ഞു സമാനമായി 40 ദിവസം ഫുഡ് അടിച്ചില്ലോ. ഇവരുടെ ലോകത്ത് ആരും ചെയ്യാത്തൊരു പേരാണ് ഇവരുടെ കമ്പനിക്ക് അറിയുക. എനിക്കറിയാം, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അതായത് സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് ശത്രു ഫിലിംസ്. ലോകത്ത് അങ്ങനെ ഒരു സംഭവം ലോകത്ത് എവിടെ ഉണ്ടാവില്ല. ശത്രു കമ്പൈൻസ് ശത്രു ഫിലിംസ് ആയിരുന്നു അല്ലേ? ആ പേര് ആരിട്ടതാ? അത് മോഹൻ, ഡോക്ടർ മോഹൻ. കാരണം ഇവര് എന്തെങ്കിലും അടിച്ചു പിരിയുന്നത് മോഹൻ സാറിന് മനസ്സിലായി. അതല്ല, മോഹൻ ആദ്യം അടിച്ച് പിരിഞ്ഞു. മോഹൻ എന്ന് വെച്ചാല് മോഹൻ ഡയറക്ട് ചെയ്ത ശാലിന്റെ കൂട്ടുകാരുണ്ടായിരുന്നു പടം. അത് മിത്ര ഫിലിംസ് ആയിരുന്നു. അപ്പൊ അവര് ബഹണ്ടായിട്ട് മാറിയപ്പോഴാണ് നമ്മൾ ഈ പടം തുടങ്ങുമ്പോ എന്ത് ബാനർ ഫിക്സ് എന്ന് വെച്ചപ്പോ ശത്രു ഫിലിംസ്. ശത്രു ഫിലിംസ്. ഈ ഇന്നസെന്റ് ഏട്ടനെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഈ തീപ്പെട്ടി കമ്പനി തുടങ്ങിയ കഥകൾ പറയും, അല്ലെങ്കിൽ സിനിമ പിടിച്ച പൈസ പോയ കഥകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സക്സസ് സ്റ്റോറി അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ വിട പറയും മുംബൈ എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയാണ്. വേണുചേട്ടന് അവാർഡ് കിട്ടിയിട്ടുള്ള പടമാണ് അല്ലേ? അതിൽ വേറെ രീതിയിൽ അഭിനയിച്ച പടം ഇന്നസെന്റ് ഏട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡേവിഡ് ഏട്ടൻ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇന്നസെന്റ് ഇത്രയും എപ്പോഴും എല്ലായിടത്തും പോയി പൊളിഞ്ഞ സിനിമകളുടെ കാര്യം മാത്രം പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ സക്സസിനെ പറ്റി പറയാത്തെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടോ? അതിന്റെ കാര്യം ഇന്നസെന്റ് എനിക്കറിയാൻ സംബന്ധിച്ചാല് ഞങ്ങൾ 5 വയസ്സില്ലാണ്ട് ആ സിനിമ എടുത്ത് തുടങ്ങിയതേ. ഞങ്ങൾ പ്രൊഡക്ഷൻ പറ്റി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വന്നു. ഫൈനാൻഷ്യൽസ് പരിചയമുണ്ടായിരുന്നു എനിക്ക്, ഞാൻ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഞങ്ങളിങ്ങനെ നല്ല സിനിമയ്ക്ക് വേണ്ടി അന്ന് ഞങ്ങൾക്ക് ആഗ്രഹം, നല്ല സിനിമ പഠിക്കുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ മോഹനായിട്ട് ആദ്യം 2 പെൺകുട്ടികൾ സിനിമ എടുത്തു ഞങ്ങൾ. അത് നന്ദകുമാരൻ. അത് ആ സമയത്ത് വലിയ അത്തരത്തിലൊരു കഥ സിനിമ പറയാൻ ആൾക്കാർ ഭയക്കുന്ന ഒരു കഥയാണ്. ഒരു ലെസ്ബിയൻ ലവ് സ്റ്റോറിയാണ് അത് വന്നത് അല്ലേ? അതെ, ശോഭയാണ്. അനുപമ വൈഫ് അനുപമ. ആ പടം ഗണേഷ് കലാമന്ദിന്റെ കമ്പനി ഞാൻ പടം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു ഈ പടം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കഥയുണ്ട്, അത് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. മോഹൻ ഡയറക്റ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലിയാണ് സ്ക്രിപ്റ്റ് ആദ്യം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ എടുത്തു, വീട്ടിൽ വന്നോ വേണം കഥ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ മോഹൻ ഞങ്ങൾ സ്ക്രിപ്റ്റ് വരയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കഥ ഇഷ്ടപ്പെട്ടു, അത് നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു.
ആ പടം വർക്ക് ചെയ്ത് എല്ലാവരും ഗ്രൂപ്പായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഫ്രീ ആയിട്ട് അഭിനയിച്ചത്. മധുസാർ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻ്റെ ചീഫായിരുന്നു. അതെ, മോഹൻ സാറിന് മത്സറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ഓ, ശ്രീകാനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളേ. ഉവ്വ്. അങ്ങനെ പറയുമ്പോൾ ആ പടം ഹിറ്റായി. സെൻട്രൽ പിക്ചേഴ്സ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിരുന്നത്. അതിനുശേഷം മോഹൻ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മോഹൻ ഡയറക്ടറായി. അപ്പോൾ നമ്മളാണ് രണ്ട് വീട്ട് പ്ലാൻ ചെയ്തതൊക്കെ. പിന്നെ വാടക വീട്, സൂര്യദാഹൊക്കെ അഭിനയിച്ചപ്പോൾ അങ്ങനെയാണ് ഇന്നസെൻ്റ് ചെറിയ വേഷം അഭിനയിക്കുക. അന്ന് പോലെ ഞങ്ങൾ അടുപ്പുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ഈ പടം തുടങ്ങാൻ പ്ലാൻ ചെയ്തത്. നീളക്കങ്ങൾ ഇതൊക്കെ ഇളക്കങ്ങൾ എടുത്ത് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ അതിന്റെ കൂട്ടത്തില് ആ ബാനറിലുള്ള നല്ല ക്വാളിറ്റി എന്ന് പറയും. എല്ലാം നല്ല പടങ്ങളാണ്. ഇപ്പൊ ലേഖയുടെ വരുന്നൊരു ഫ്ലാഷ് എല്ലാ നല്ല പടം ഓർമ്മയ്ക്കായി ഹിറ്റ്. അല്ല 8 അവാർഡ് കിട്ടിയുള്ളൂ ഓർമ്മയ്ക്കായിക്ക്. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്. ഓർമ്മയ്ക്കായി. എനിക്ക് തോന്നുന്നത് ഈ ഇന്നസെന്റ് ഏട്ടൻ ഈ തൃശ്ശൂര് ഭാഷാ പ്രയോഗം ഫസ്റ്റ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു പടം ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന പടമാണെന്ന് തോന്നുന്നു. ഇളക്കങ്ങളും ഓർമ്മയ്ക്കായാണ് ഇന്നസെന്റിന്റെ ആ ഭാഷാപ്രയോഗങ്ങൾ തുടങ്ങുന്ന പടങ്ങള്. അവിടുന്ന് ഇഷ്ടം എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നിടം വരെയും എല്ലാ സിനിമകളിലും ഇന്നസെന്റ് ഏട്ടനില്ലേ നിർമ്മിച്ച എല്ലാ സിനിമകളിലും. അങ്ങനെ ഞാൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇന്നസെന്റ് സംസാരിച്ചു. നെടുമുടി ഉണ്ടായിരുന്നു പടം ചെയ്യാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് നെടുമുടി ഇന്നസെന്റ് കുട്ടിയാണ് CBനെ ഫിക്സ് ചെയ്തത്. ആ, ഡയറക്ടർ വേണ്ടിയിട്ട് ഇഷ്ടം സിനിമ. ആ സിനിമ. അതെ. അങ്ങനെ കഥ അന്വേഷിച്ചു. ലാസ്റ്റ് പല കഥയും നോക്കി. ശ്രീനിവാസൻ വർക്ക് ചെയ്തു. ആരും ഒന്നും ശരിയായില്ല. കഥ കിട്ടിയില്ല. നല്ല കഥ വേണ്ട. നമ്മൾ ഒരു ഗ്യാപ്പ് ഞാൻ തിരിച്ചു വരായിരുന്നേ. ഉവ്വ്. അങ്ങനെ നോക്കുമ്പോഴാണ് കലൂർ രവികുമാറിൻ്റെ കഥ. കലൂർ രവികുമാർ. ആ കൂട്ടത്തിൽ അത് കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കൂടി വർക്ക് ചെയ്തു. പക്ഷെ ആ ഇരിക്കാൻ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെടുമുടി, ഇന്നസെന്റ്, ദിലീപ്, ആ, CB ടീമായിട്ട് വർക്ക് ചെയ്തു. ആ, അപ്പം ഞാൻ 10 ദിവസമായിട്ടും സ്ക്രിപ്റ്റ് ആയിട്ടില്ല. അപ്പം എന്തോ ആവശ്യത്തിന് ദിലീപ് എവിടെ ഷൂട്ട് ചെയ്യാൻ പോണ കാരണം ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് എന്താ വെച്ചാൽ നല്ല സ്ക്രിപ്റ്റ് കിട്ടി. ആ 10 ദിവസം കൊണ്ടാണ് ആ 10 ദിവസം സ്ക്രിപ്റ്റ് ഉണ്ടായത്.